നമ്മുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ആത്മീയ മേഖലകളിലുമൊക്കെ നാം നിർവഹിക്കേണ്ട ദൗത്യങ്ങളും കാത്തു സൂക്ഷിക്കേണ്ട സൂക്ഷ്മതയുമാണ് സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുകയും വലിയ ഒരു മാറ്റത്തിന് ഇത് പ്രേരണ നൽകുകയും ചെയ്യേണ്ടതുണ്ട്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ റമളാനിലെ ഒരാഴ്ച നമ്മളോട് വിട പറഞ്ഞു കഴിഞ്ഞു. തഖ്വ എന്ന് പറയുന്ന റമളാൻ നമുക്ക് പകർന്നു നൽകുന്ന ചിന്ത എത്രത്തോളം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി നാം ആലോചിക്കേണ്ട ഒരു ചിന്തയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വേള ശുഹദാക്കളെപ്പോലും ഓവർടേക്ക് ചെയ്യാൻ നോമ്പ് കൊണ്ട് സാധിക്കും എന്ന് പല ക്ലാസ്സുകളിലും നമ്മൾ കേട്ട് കഴിഞ്ഞു. പക്ഷെ ശുഹദാക്കളെ ഓവർടേക്ക് ചെയ്യാൻ മാത്രം കരുത്തുള്ള, അതിനനുസരിച്ചുള്ള ഒരു നോമ്പ് നമ്മുടെ നോമ്പായിട്ടുണ്ടോ എന്നുള്ളത് വലിയ ഒരു ചോദ്യമാണ്. കേവലം യാന്ത്രികമായ ചലനങ്ങളും ഒരു ഉറക്കത്തിൻ്റെ സമയത്തിലുള്ള മാറ്റവും മാത്രമായി നമ്മുടെ നോമ്പ് പരിമിതപ്പെട്ടു പോകുന്നുവോ എന്ന് ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. സാധാരണ നമ്മളൊരു അത്താഴത്തിൻ്റെ സമയത്ത് എഴുന്നേറ്റ് അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ കാര്യമായ പണിയില്ലാത്തതുകൊണ്ട് എല്ലാവരും കടന്നുറങ്ങുന്ന ഒരു പതിവാണ്. 10, 11, 12 മണി വരെ ഉറക്കം. 12 മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് സിറ്റ് ഔട്ടിൽ ചുരുണ്ട് കിടക്കുന്ന പേപ്പർ എടുത്ത് വായിച്ച് ളുഹർ നമസ്കാരത്തിന് ബാങ്ക് കൊടുത്താൽ പള്ളിയിൽ പോവും. പള്ളിയിലെത്തി ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞ് മുസഹഫ് തുറന്ന ഉറക്കം വരും, വീണ്ടും കിടന്നുറങ്ങുക. അസർ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ കരിക്കാനും പൊരിക്കാനുമുള്ള സമയമാണ്. നോമ്പ് തുറയെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ആരെങ്കിലും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് അവിടെ വെച്ച് റബ്ബ് ഉത്തരം നൽകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ, നിങ്ങൾ നോമ്പ് തുറയെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തെ നോമ്പ് പ്രാർത്ഥനാ നിർഭരമായിരുന്നു. ആലോചിക്കേണ്ട ഒരു വിഷയമാണത്. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയുക? നോമ്പ് തുറന്നാൽ പിന്നെ എന്നെ കൊണ്ട് ഒന്നിനും വയ്യ. ഇവിടെയാണ് നമ്മൾ ഈ ഒരു നോമ്പ് നമുക്ക് ശുഹദാക്കളെ ഓവർടേക്ക് ചെയ്യാൻ മാത്രം കരുത്തുള്ള ഒരു നോമ്പായി മാറിയിട്ടുണ്ടോ എന്നുള്ളതാ. നമ്മൾ മലയാളികളെല്ലാം ഇറക്കുമതി ചെയ്യുന്ന ആളുകളായി മാറിപ്പോയി. ഈ ഒരു നോമ്പ് കാലത്ത് ആന്ധ്രയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഇറാനിൽ നിന്നുമൊക്കെയാണ് വത്തക്ക നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്. ഓണക്കാലത്ത് തമിഴ്നാട്ടിൽ നിന്നാണ് പൂക്കൾ ഇറക്കുമതി ചെയ്യാറുള്ളത്. എന്നതുപോലെ റമദാനിൽ തറാവീഹിന് ഇമാമുമാരെ ഇറക്കുമതി ചെയ്യേണ്ട ഗതികേട് മലയാളികൾക്ക് വന്നു എന്നുള്ളതാണ്. ഞാനിത് കുറ്റപ്പെടുത്തലല്ല. റമദാൻ അല്ലാത്ത കാലത്ത് മഗ്രിബിന് ഇമാമ് നിൽക്കുമ്പോൾ ഇഖ്ലാസും ഫലക്കും നാസും ഒക്കെ ഓതാൻ നമ്മുടെ നാട്ടിൽ ആളുകളുണ്ട്. പക്ഷേ തറാവീഹ് നമസ്കാരത്തിനൊരു 10 മിനിറ്റ് എഴുന്നേറ്റ് നിന്നാൽ ഓതാൻ പോലും ആളില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെടുന്നു. അവിടെ ഈ റമദാൻ എനിക്ക് ഉപകരിക്കപ്പെടേണ്ടതുണ്ട്. എണ്ണി പറയാൻ കഴിയണം, ഈ റമദാനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 150 ജമാഅത്തുകൾ എനിക്ക് നൽകിയാൽ, അങ്ങനെയാണല്ലോ 30 ദിവസം നോമ്പ് നോൽക്കാൻ അവസരം കിട്ടിയാൽ 150 ജമാഅത്തുകളുണ്ട്. ആ 150 ജമാഅത്തുകളും പള്ളിയിൽ വെച്ച് ജമാഅത്തായി നിർവഹിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്.
ജമാഅത്ത് നമസ്കാരത്തിന് ഫർള് നമസ്കാരത്തിൻ്റെ മുമ്പും ശേഷവും പഠിപ്പിക്കപ്പെട്ട റവാത്തിബ് സുന്നത്തുകൾ ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. പള്ളിയിൽ കയറിയ സമയങ്ങളിലെല്ലാം തഹിയ്യത്ത് നമസ്കാരം ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. ഒരു തവണ ഖത്തം തീർക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് ഈ റമളാനിൽ ഞാൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഒരു ജുസ് ഞാൻ അർത്ഥസഹിതം വായിച്ചു തീർത്തിട്ടുണ്ട്. ഇങ്ങനെ എണ്ണി എണ്ണി പറയാൻ പെരുന്നാളിൻ്റെ മാസം കാണുന്ന സമയത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. ഞാൻ വിശദമായി സംസാരിക്കുന്നില്ല. ഒരൊറ്റ അനുഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ റമളാനിൽ ഞാൻ എന്ത് നേടണം എന്ന് നമ്മളിവിടെ ഷെഡ്യൂൾ ചെയ്യണം. എനിക്കെന്താണ് നേടാനുള്ളത്? ചിലപ്പോൾ ഞാൻ എൻ്റെ ഷട്ടർ നേരത്തെ താഴ്ത്തേണ്ടി വരും. ചിലപ്പോൾ ഞാൻ എൻ്റെ ബിസിനസ്സിൽ ലീവ് എടുക്കേണ്ടി വരും. ഞാൻ എൻ്റെ കോളേജിൽ ലീവ് എടുക്കേണ്ടി വരും. എന്താണോ ഈ റമളാനിൽ എനിക്ക് നേടിയെടുക്കാനുള്ളത് എന്ന് തീരുമാനിച്ചുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കണം. ഞാനിവിടെ പറയുന്നത് 2 വർഷം മുമ്പ് എൻ്റെ കൂടെ ഉംറക്ക് വന്ന കണ്ണൂർ ജില്ലയിലെ സൈനബത്ത് എന്ന് പറയുന്ന 73 വയസ്സ് പ്രായമുള്ള സ്ത്രീ, 73കാരിയായ അവർ ഉംറക്ക് പോരുന്ന സമയത്ത് അവർ ഒരു ക്യാൻസർ രോഗിയാണ്. ബ്ലഡ് ക്യാൻസർ ബാധിച്ച് പ്രയാസകരമായ അവസ്ഥകളിലൂടെ കടന്നു വരുമ്പോൾ ആ ഉമ്മക്കൊരാഗ്രഹം ഉംറക്ക് പോകണമെന്ന്. എങ്ങനെയൊക്കെയോ പണം സ്വരൂപിച്ച് 3 പെൺമക്കൾ ഉമ്മയെ ഉംറക്ക് പറഞ്ഞയക്കുന്നു. പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിൽ ഉംറ നിർവഹിച്ചതിന് ശേഷം ഞാൻ എൻ്റെ കൂടെയുള്ള 49 പേരെ ഹറമിൻ്റെ അകത്തിരുത്തിയിട്ട് അവരോട് പറയുന്നു, നിങ്ങൾ ഈ ഉംറ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ആനന്ദം നൽകുന്ന എന്തെങ്കിലും ഒന്ന് ഈ പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിൻ്റെ പരിസരത്ത് നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞതാ. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് ഉംറ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന അവസാനത്തെ ദിവസം വീണ്ടും ഹറമിൽ ഒരുമിച്ച് കൂടിയിട്ട് ഞാൻ ഓരോരുത്തരോടും ചോദിച്ചു, നിങ്ങൾ തീരുമാനിച്ച തീരുമാനം നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞോ? ആ സമയത്ത് 73 വയസ്സ് പ്രായമുള്ള സൈനബത്ത് പറഞ്ഞു, മൗലവി, ഞാനിതാ പൂർത്തീകരിച്ചിരിക്കുന്നു. ഞാൻ തീരുമാനിച്ചത് ഞാൻ പൂർത്തിയാക്കി. എന്താണ് സൈനബത്തയുടെ തീരുമാനം എന്നറിയോ? പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിൻ്റെ അകത്തളങ്ങളിൽ ഇരുന്ന് 2 തവണ ഖുർആൻ ഖത്തം തീർക്കണമെന്ന. പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിൻ്റെ അകത്തളങ്ങളിൽ ഇരുന്ന് 2 തവണ ഖത്തം തീർക്കണമെന്നാണ് അവർ തീരുമാനിച്ചിരുന്നത്. ഞാൻ ചോദിച്ചു, ശരിക്കും നടന്നോ? സൈനബത്ത് പറഞ്ഞു, നടന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ചോദ്യത്തിനൊരു കാരണമുണ്ട്. ഞങ്ങളവിടെ ഞങ്ങളുടെ യാത്രക്കിടയിൽ 4ാമത്തെ ദിവസം ഈ പ്രിയപ്പെട്ട സൈനബത്തയെ കാണാനില്ല. ഞങ്ങൾ അന്വേഷിച്ച് നടന്നു. ഹറമിൻ്റെ പരിസരങ്ങളിലൊക്കെ നോക്കി. അവിടെ എവിടെയും സൈനബത്തയില്ല. പിന്നെന്താ, മരണപ്പെട്ട മയ്യത്തുകൾ ലഭ്യമാകുന്ന ഭാഗത്ത് അവിടെ ഉണ്ടോ? നമ്മുടെ മനസ്സിന് ബേജാറാണ്. അവിടെ എത്തിയപ്പോൾ അവിടെയും സൈനബത്തയില്ല. പിന്നെ നേരെ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് അവിടെ വെന്റിലേറ്ററിൽ കിടക്കുന്നു. ഒരു ദിവസം വെന്റിലേറ്ററിലും 2 ദിവസം ICUവിലും കിടന്ന്. പ്രിയപ്പെട്ടവരെ, ആലോചിക്കണം. 15 ദിവസത്തെ ഉംറയുടെ യാത്ര എന്ന് പറയുമ്പോൾ 13 ദിവസമാണല്ലോ പൂർണ്ണമായിട്ട് നമുക്ക് മക്കയുടെ മണ്ണിൽ ലഭ്യമാവുക. ആ 13 ദിവസത്തിനിടയ്ക്ക് ഒരു ദിവസം വെന്റിലേറ്ററിലും 2 ദിവസം ICUവിലും കിടന്ന് അതിനിടയ്ക്കുള്ള 10 ദിവസം കൊണ്ട് 73കാരിയായ സൈനബത്തക്ക് പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിൻ്റെ അകത്തളങ്ങളിൽ ഇരുന്ന് വിശുദ്ധ ഖുർആൻ 2 തവണ ഖത്തം തീർക്കാൻ കഴിയുമെങ്കിൽ പ്രയാസങ്ങളില്ലാത്ത, പ്രതിസന്ധികളില്ലാത്ത, റബ്ബിൻ്റെ പരീക്ഷണങ്ങളില്ലാത്ത എനിക്കും നിങ്ങൾക്കും എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഞങ്ങൾ നാട്ടിൽ തിരിച്ചെത്തി. 3ാമത്തെ ദിവസം സൈനബത്ത് ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പണിയെടുക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ, നമ്മുടെ വല്ലുമ്മമാർ, നമ്മുടെ വല്ലുപ്പമാർ, അവരൊക്കെ സജീവമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മാത്രം അമാന്തിച്ചുകൊണ്ട് മാറി നിൽക്കുന്നവരാവരുത്. പ്രിയപ്പെട്ടവരെ, ഈ റമളാൻ ഒരു വലിയ ശുഷ്കാന്തിയും ആദർശരംഗത്തെ നിഷ്ഠയുമൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തുടർക്കാല ജീവിതത്തിലും ഇത് തുടരാൻ നമുക്ക് റമളാൻ പ്രേരണ നൽകേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കട്ടെ. റമളാൻ തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റിന് ഈ റമളാനിൽ നമ്മൾ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് പള്ളിയിലേക്ക് വന്നവരായി മാറരുത്. പെരുന്നാളിൻ്റെ ദിവസം ഫൈനൽ മത്സരം കഴിഞ്ഞ ഗ്രൗണ്ട് പോലെ നമ്മുടെ പള്ളികൾ പരിമിതപ്പെട്ടു പോയിക്കൂടാ.
ഫൈനൽ മത്സരം കഴിഞ്ഞാൽ നാളെ കളിയുണ്ടോ എന്ന് നോക്കിയിട്ട് ആരും ഗ്രൗണ്ടിൽ പോകാത്തതുപോലെ നമ്മുടെ പള്ളികൾ അവശേഷിച്ചു പോകുന്ന സാഹചര്യം ഇല്ലാതിരിക്കണമെങ്കിൽ ഈ റമദാൻ നമുക്ക് പകർന്നു നൽകിയ ഈമാനികമായ ആർജവത്തോടുകൂടി തുടർക്കാല ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയണം. യഥാർത്ഥത്തിൽ ഇതൊരു പോരാട്ടമാണ്. നമ്മൾ പിശാചുമായുള്ള പോരാട്ടം. പെരുന്നാളിന്റെ മാസപ്പിറവി കാണുമ്പോ, ശവ്വാലിന്റെ പൊന്നമ്പളി തെളിയുമ്പോ പിശാച് നമ്മളെ നോക്കി ചിരിക്കുമോ? ഒരു മാസം നോമ്പ് നോറ്റിട്ടും ഒരു മാറ്റവുമില്ലല്ലോ എന്ന് നമ്മളെ നോക്കി പറയുമോ? അല്ല, ഞാൻ പിശാചിനെ മലർത്തിയടിച്ചിരിക്കുന്നു എന്ന് അഭിമാനത്തോടെ പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ റമദാനിന്റെ തുടർക്കാല ദിനരാത്രങ്ങളിൽ സജീവമായി രാവും പകലും അരയും തലയും മുറുക്കിക്കൊണ്ട് നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന സജീവമായ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. ISM വർഷങ്ങളായി ഇത്തരത്തിലുള്ള ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം അതാണ്. നമ്മൾ പണിയെടുക്കുന്നത് സ്വർഗത്തിന് വേണ്ടിയാണല്ലോ. വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, സ്വർഗത്തിന് വേണ്ടിയാണ് മത്സരം എന്ന് പറയുന്നത്. വഫീ ദാലിക ഫല്യഅമലിൽ ആമിലൂൻ, പ്രവർത്തിക്കുന്നവരെ നിങ്ങളുടെ പ്രവർത്തനവും സ്വർഗത്തിന് വേണ്ടിയായിരിക്കണം. മരത്തിൽ കെട്ടിയിട്ട് തൃശൂലം കൊണ്ട് ശരീരത്തിലേക്ക് കുത്തിക്കയറ്റുമ്പോഴും അല്ലാഹു അക്ബർ എന്ന് പറയാൻ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് കരുത്തു പകരുന്നത് ശേഷം ഒരു സ്വർഗമുണ്ടല്ലോ എന്ന ബോധമായിരുന്നു. ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലൂടെ വലിച്ചടച്ചു കൊണ്ടുപോയി ചാട്ടവാറ് കൊണ്ട് പ്രഹരിക്കുമ്പോഴും അല്ലാഹു അഹദ് എന്ന് പറയാൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് മനസ്കരുത്ത് നൽകിയത് ശേഷം ഒരു സ്വർഗമുണ്ടല്ലോ എന്ന ബോധമായിരുന്നു. വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ശ്വാസം വിടാൻ അവസരം കിട്ടിയപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കാൻ യാസുർ റളിയല്ലാഹു അൻഹുവിന് കരുത്തു പകർന്നത് ശേഷം ഒരു സ്വർഗമുണ്ടല്ലോ എന്ന ബോധമായിരുന്നു. തന്റെ വലത് കൈയറ്റു പോകുമ്പോ വലത്തെ കൈയിലെ പതാക ഇടത് കൈയിനോട് ചേർത്ത് വെച്ച്, ഇടത് കൈയറ്റു പോകുമ്പോ ആ പതാകയെ മാറോട് ചേർത്ത് വെച്ച് നെഞ്ചകത്ത് അക്രമങ്ങൾ ഏൽക്കുന്ന സമയത്തും ആവേശത്തോടുകൂടി യുദ്ധക്കളത്തിൽ നേതൃത്വം നൽകാൻ ജഅഫർ റളിയല്ലാഹു അൻഹുവിന് കരുത്തു പകർന്നത് ശേഷം ഒരു സ്വർഗമുണ്ടല്ലോ എന്ന ബോധമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ സ്വർഗമാണ്, ആ സ്വർഗത്തിന് വേണ്ടിയാണ് നമ്മളും പണിയെടുക്കുന്നത്. ഉലൈക യുജ്സൗനൽ ഖുർഫത ബിമാ സബറു, കുറച്ചൊക്കെ സഹിക്കേണ്ടി വരും, കുറച്ചൊക്കെ ക്ഷമിക്കേണ്ടി വരും സ്വർഗത്തിന് വേണ്ടി എന്നാണ്. ആ സ്വർഗത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിക്കാനും പരിശ്രമങ്ങൾ നിർവഹിക്കാനും തുടർക്കാല ജീവിതത്തിൽ ഈ ക്യാമ്പിന്റെയും ഈ റമദാൻ സംഗമത്തിന്റെയും അലയൊലികൾ നമ്മുടെ ജീവിതത്തിൽ ബാക്കിയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.